നമസ്കാരം സുഹൃത്തുക്കളെ, രാജ്യഫെക്സിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് AI ടൂൾസ് ആണ്. ഒന്ന് ChatGPT, പിന്നെ ഒന്ന് അഡോബിന്റെ ഫയർഫ്ലൈ. ChatGPT ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാമെന്നും അഡോബ് ഫയർഫ്ലൈ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാമെന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സോ എന്താണ് ഒരു ബ്ലോഗ്? ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബ്ലോഗിന്റെ ഉപയോഗം. സോ നിങ്ങളൊരു കുക്കാണെങ്കിൽ, നിങ്ങൾക്ക് കുക്കിംഗ് നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്പീസ് ബ്ലോഗ് മുഖാന്തരം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊരു സ്റ്റോറി റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഥകൾ ബ്ലോഗിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മൾ വീഡിയോ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾക്ക് അതും ബ്ലോഗുകളിലൂടെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ബ്ലോഗ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് സ്വന്തമായിട്ടൊരു ബ്ലോഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും അതിന് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ChatGPT, അഡോബ് ഫയർഫ്ലൈ പോലുള്ള ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് AI ടൂളുകളായ ChatGPTയും അതുപോലെ തന്നെ അഡോബ് ഫയർഫ്ലൈയും യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലോഗ് പോസ്റ്റിൻ്റെ കണ്ടന്റ് വേണം. നമുക്ക് ChatGPT യൂസ് ചെയ്ത് നമുക്ക് ബ്ലോഗ് പോസ്റ്റിൻ്റെ കണ്ടന്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. സോ നമുക്ക് ChatGPT ഓപ്പൺ ചെയ്യാം. ChatGPT ഓപ്പൺ ആയിട്ട് ChatGPT നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റാർട്ട് നൗ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു കണ്ടന്റ് ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യണം. ഞാനൊരു കണ്ടന്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ട്രാൻസ്ഫോമിങ് ദ ഇൻഫോർമേഷൻ ടെക്നോളജി. ഞാനത് കോപ്പി ചെയ്ത് കൊടുത്തു. ദെൻ നമുക്കിവിടെ പ്രോംപ്റ്റിൽ നമുക്കത് പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഈ ബട്ടൺ, ഏറോ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് നമുക്ക് ChatGPT ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇടാനുള്ള ഇമേജസ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഞാൻ അഡോബ് ഫയർഫ്ലൈ ഓപ്പൺ ചെയ്ത് വെച്ചു. അപ്പോൾ ഓൾറെഡി നമുക്ക് കണ്ടന്റ് നമുക്ക് ChatGPT ക്രിയേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജസ് വേണം. അപ്പോൾ ഞാൻ അഡോബ് ഫയർഫ്ലൈ ഓപ്പൺ ചെയ്തു. AI ടൂളായ അഡോബ് ഫയർഫ്ലൈ ഓപ്പൺ ചെയ്തു. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ടെക്സ്റ്റ് ഇമേജ് നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുക്കാം. നമുക്കിവിടെ ക്രിയേറ്റ് വിത്ത് ഫയർഫ്ലൈ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ആവശ്യമായിട്ട് പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കാം. നമുക്ക് നേരത്തെ സെയിം പ്രോംപ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ട്രാൻസ്ഫോമിങ് ദി ഇൻഫോർമേഷൻ ടെക്നോളജി, ഇത് നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് വേണ്ടത്, ഞാനിവിടെ ആസ്പെക്ട് റേഷ്യോ സ്ക്വയറിന്ന് എനിക്ക് ഒരു വൈഡ് സ്ക്രീൻ വേണം. അപ്പോൾ ഞാൻ വൈഡ് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അഗെയിൻ ഞാൻ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത നമുക്ക് വളരെ പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഇമേജ് നമുക്ക് അഡോബ് ഫയർഫ്ലൈ യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അഡോബ് ഫയർഫ്ലൈയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ട്യൂട്ടോറിയൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് വാച്ച്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ഇഷ്ടപ്പെട്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഡൗൺലോഡ്സിൽ പോയി നോക്കാം. ഇനി നെക്സ്റ്റ് എന്ത് വേണം? നെക്സ്റ്റ് നമുക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അഡോബിൻ്റെ നമുക്ക് വേഡ്പ്രസ്സിൽ നമുക്കൊരു ബ്ലോഗ് പോസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് വീണ്ടും നമ്മുടെ വേഡ്പ്രസ്സിലേക്ക് വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് വേണം? നമുക്കൊരു പേജസ് ക്രിയേറ്റ് ചെയ്യണം. ബ്ലോഗിന് ഒരു പേജ് വേണം. അപ്പോൾ ബ്ലോഗിൻ്റെ പേജിന് വേണ്ടി നമ്മൾ പേജ് സെലക്ട് ചെയ്യാം. ആഡ് ന്യൂ പേജ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാം. നമുക്ക് ബ്ലോഗ് എന്ന് കൊടുക്കാം. പബ്ലിഷ് ചെയ്യുക. നമ്മുടെ പേജ് പബ്ലിഷ് ചെയ്യുക. അഗൈൻ പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ എഡിറ്റ് വിത്ത് എലമെൻറ്റർ യൂസ് ചെയ്യാം. കാരണം നമ്മൾ എലമെൻറ്റർ എന്ന പേജ് ബിൽഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എലമെൻറ്റർ വേണം. സോ നമുക്ക് എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മുടെ ഈ പേജിൻ്റെ സെറ്റിംഗ്സിലേക്ക് വരാം. പേജ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് പേജ് ലേഔട്ടോടെ നമുക്ക് എലമെൻറ്റർ ഫുൾ വിത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് പബ്ലിഷ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ബ്ലോഗിൻ്റെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലോഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വീണ്ടും നമുക്ക് ഡാഷ്ബോർഡിൽ വരാം. ഡാഷ്ബോർഡിൽ വന്നിട്ട് പോസ്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് ന്യൂ പോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇനി നമുക്കിവിടെ പോസ്റ്റിൻ്റെ ടൈറ്റിൽ നമുക്കിവിടെ കൊടുക്കണം. ആ ടൈറ്റിൽ ഇതാണ് നമ്മുടെ മെയിൻ ഹെഡിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ട്രാൻസ്ഫോമിംഗ് ദ ഇൻഫോർമേഷൻ ടെക്നോളജി. ഞാനിത് കോപ്പി ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ടൈറ്റിൽ നമുക്കത് പേസ്റ്റ് ചെയ്യാം. Ctrl+V പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പോസ്റ്റിൽ നമ്മുടെ ChatGPTയുടെ ഇതിലേക്ക് വരാം. ഇവിടെ അപ്പോൾ നമ്മളുടെ ഹെഡിങ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസും കണ്ടൻസും ഒക്കെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് കൊടുത്തു. നമ്മുടെ പേജ് വരാം. പേജിൽ വന്നിട്ട് ഇവിടെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കണ്ടൻറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് പബ്ലിഷ് ചെയ്യാം. അഗൈൻ പബ്ലിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സെറ്റ് ഫീച്ചേർഡ് ഇമേജ്. നമ്മുടെ ബ്ലോഗ് പോസ്റ്റിന് നമ്മൾ ഫസ്റ്റ് ഒരു ഇമേജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെറ്റ് ഫീച്ചേർഡ് ഇമേജ് ഏതാണ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ അഡോബ് ഫയർഫ്ലൈയിൽ ഡൗൺലോഡ് ചെയ്ത ഇമേജാണ് നമ്മൾ സെറ്റ് ഫീച്ചേർഡ് ഇമേജായി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെറ്റ് ഫീച്ചേർഡ് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്ലോഡ് ഫയൽസിലേക്ക് വരാം. നമുക്കിവിടെ സെലക്ട് ഫയൽസ് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ഇമേജ് എന്ന് കൊടുക്കാം. സെറ്റ് ഫീച്ചേർഡ് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ ബ്ലോഗിലേക്ക് വരാം. നമ്മുടെ ബ്ലോഗ് പേജ് വരാം. ഇവിടെ ബ്ലോഗ് പേജിൽ നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ സെറ്റിങ്സിൽ നമ്മൾ റീഡിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെറ്റിങ്സിൽ റീഡിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് പേജ് ഹോം പേജ് കൊടുത്തിട്ടുണ്ട്. ഇനി പോസ്റ്റ് പേജ് നമുക്കിവിടെ ബ്ലോഗ് പേജ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബ്ലോഗ് പേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ പോസ്റ്റ് പേജ് നമുക്ക് ബ്ലോഗ് പേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സേവ് ചേഞ്ചസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ എഡിറ്റ് വിത്ത് നമ്മുടെ ബ്ലോഗിലേക്ക് വരാം. ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ടാബ് ടെസ്റ്റ് നമുക്ക് കൂടാം. ടാബ് ടെസ്റ്റിൻ്റെ നമ്മുടെ ഇതിലേക്ക് വരാം, നമ്മുടെ ബ്രൗസറിലേക്ക് വരാം. എന്നിട്ട് ഇത് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബ്ലോഗ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ബ്ലോഗിൻ്റെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ബ്ലോഗിൻ്റെ ബ്ലോഗ് പേജ് നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെഡിങ് വന്നിട്ടുണ്ട്, നമ്മൾ കൊടുത്ത ഇമേജ് വന്നിട്ടുണ്ട്, അതുപോലെ കണ്ടൻറ്റ് വന്നിട്ടുണ്ട്. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? നെക്സ്റ്റ് നമുക്ക് വീണ്ടും നമുക്ക് കുറച്ച് കണ്ടൻറ്റുകൾ നമുക്കിവിടെ ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് കണ്ടൻറ്റ് കുറച്ച് ആഡ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും നമുക്ക് നമ്മുടെ പോസ്റ്റ് പേജിലേക്ക് വരാം. ഇനി വീണ്ടും നമുക്ക് ChatGPTയിലേക്ക് വന്നിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ Ctrl+C പ്രസ് ചെയ്തു. വീണ്ടും നമുക്ക് പോസ്റ്റ് പേജിലേക്ക് വരാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ പ്ലസ് സിമ്പിൾ, ക്രിയേറ്റ് ബ്ലോഗ്, ഈ ആഡ് ബ്ലോഗ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഹെഡിങ് വേണം. അപ്പോൾ ഹെഡിങ് സെലക്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഹെഡിങ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്കിവിടെ 1 കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് വേണം, നമുക്കത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ഇത്ര വലിയ ഹെഡിങ് വേണ്ട, എനിക്കൊരു H2 H4 മതി. ഒരു സബ് ഹെഡിങ് ആണ്. അപ്പോൾ സബ് ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ChatGPTയിലേക്ക് വരാം. ഞാനിവിടെ ChatGPT ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് വയ്ക്കട്ടെ. ഓക്കെ, ChatGPTയിലേക്ക് വരാം. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. Ctrl+C പ്രസ് ചെയ്യുക. നമ്മുടെ പോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്ലസ് സിമ്പിൾ സെലക്ട് ചെയ്യുക. പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. Ctrl+V പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമുക്ക് നെക്സ്റ്റ് കണ്ടൻറ്റ് കൊടുക്കുക. ഇവിടെ എക്സാമ്പിൾ തന്നെ കണ്ടൻ്റ് ആണ്. ഇതൊരു ലിസ്റ്റ് ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് Ctrl+C കോപ്പി ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആഡ് ബ്ലോക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ലിസ്റ്റ് ഉണ്ട്. ഒന്ന് ഡോട്ടഡ് ലിസ്റ്റ്, അൺഓർഡർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓർഡർഡ് ലിസ്റ്റ് ഉണ്ട്. നമുക്ക് അൺഓർഡർഡ് ലിസ്റ്റാണ്. അപ്പോൾ ഞാൻ അൺഓർഡർഡ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ Ctrl+V പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി ബോൾഡ് ആണ്. ഇല്ലെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് ബോൾഡ് ആക്കാം. നമുക്ക് ആവശ്യമുള്ള സംഭവം നമുക്കിവിടെ ബോൾഡ് ആക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്കിത് വീണ്ടും സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമുക്ക് ChatGPT വരാം. നമുക്ക് ഈ സെയിം പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ഇവിടെ എല്ലാ കണ്ടൻറ്റും നമുക്കിവിടെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ടോട്ടൽ നമുക്കൊരു 5, 6, 7 കണ്ടൻറ്റ് ഉണ്ട്. ഈ 7 കണ്ടൻറ്റ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ പ്രൊസീജിയർ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്കത് സേവ് ചെയ്യാം. വീണ്ടും നമുക്ക് നമ്മുടെ പോസ്റ്റ് പേജിലേക്ക് വരാം. ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ പോസ്റ്റ് പേജ് നമുക്കിവിടെ കാണാം. നമ്മുടെ എഡിറ്റ് ചെയ്ത പോസ്റ്റ്, നമ്മൾ കണ്ടൻറ്റ് ആഡ് ചെയ്ത പോസ്റ്റ് പേജ് നമുക്കിവിടെ കാണാം.
ഓക്കെ, നമ്മളിപ്പോൾ ടോട്ടൽ ഇപ്പോൾ 2 മെയിൻ ഹെഡിങ്ങും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും പിന്നെ 2 സബ് ഹെഡിങ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഇമേജ്, നമുക്കിവിടെ ഫീച്ചേർഡ് ഇമേജ് നമ്മൾ ഇവിടെ കൊടുത്ത ഈ സെയിം ഫീച്ചേർഡ് ഇമേജ് നമുക്ക് ഇവിടെ നമുക്കിവിടെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കസ്റ്റമൈസിലേക്ക് പോവുക, അല്ലെങ്കിൽ നമുക്കിവിടെ ഡാഷ്ബോർഡിൽ വരാം. ഇവിടെ അപ്പിയറൻസിൽ കസ്റ്റമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ബ്ലോഗ് പോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബ്ലോഗ് പോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ കാർഡ് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ ഫസ്റ്റ് വേണ്ടത് നമുക്ക് എന്താ ഇവിടെ നമ്മുടെ ഇമേജ് വേണം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്ത് ഫീച്ചേർഡ് ഇമേജ് ജസ്റ്റ് മുകളിലേക്ക് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അൺകാറ്റഗറൈസ്ഡ് അത് നമുക്ക് ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ അൺകാറ്റഗറൈസ്ഡ് നമുക്കിവിടെ അൺചെക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിത് സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അൺകാറ്റഗറൈസ്ഡ് ഉണ്ടാവില്ല. ഓക്കെ, അൺകാറ്റഗറൈസ്ഡ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. നെക്സ്റ്റ് എന്ത് വേണം, എനിക്ക് നെക്സ്റ്റ് ഹെഡിങ് തൊട്ട് താഴെ വേണം. ഓക്കെ, അപ്പം വീണ്ടും ഞാൻ ബ്ലോഗ് പോസ്റ്റ് സെലക്ട് ചെയ്തു, കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ടൈറ്റിലാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ പോസ്റ്റ് മെറ്റ ഡാറ്റ കൊടുത്തു, ഫീച്ചർഡ് ഇമേജ് നമ്മൾ മുകളിൽ കൊടുത്ത് ടൈറ്റിൽ നമുക്ക് താഴെ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓർഡറായി. നമുക്ക് ഫസ്റ്റ് ഒരു ഇമേജ് വന്നു, നമ്മുടെ ഹെഡിങ് നമ്മുടെ മെയിനായിട്ട് ടൈറ്റിൽ വന്നു, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പേർട്ട് വന്നു, അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് മെറ്റ ഡാറ്റ വന്നു, അഡ്മിൻ അല്ലെങ്കിൽ അഡ്മിൻ, അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്ത ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ മന്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വീണ്ടും നമ്മുടെ പോസ്റ്റ് ഒരു പബ്ലിഷ് ചെയ്യുക. ജസ്റ്റ് വീണ്ടും നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് വരാം, ഇവിടെ ക്ലോസ് ചെയ്യാം. സോറി, വീണ്ടും നമുക്ക് കസ്റ്റമൈസിലേക്ക് തന്നെ പോകേണ്ടി വരും. ഓക്കെ, ബ്ലോഗ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് സിംഗിൾ പോസ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കിവിടെ ഫീച്ചേർഡ് ഇമേജ് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കണം. ഓക്കെ, ഈ ഫീച്ചേർഡ് ഇമേജ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് നമുക്കിവിടെ ഈ ഒരു ഇമേജ് ഇവിടെ പ്ലേസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇവിടെ ചെല്ലാം, നമുക്ക് ഫീച്ചേർഡ് ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഷെയർ ബോക്സ് വേണമെങ്കിൽ ഷെയർ ബോക്സ് ഇവിടെ കൊടുക്കാം. അതായത് നമുക്ക് ഷെയർ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഷെയർ നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ നമുക്കിവിടെ പോസ്റ്റ് നാവിഗേഷൻ കൊടുക്കാം, പ്രീവിയസും അതുപോലെ തന്നെ നെക്സ്റ്റും പോസ്റ്റ് നാവിഗേഷൻ നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ റിലേറ്റഡ് പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിലേറ്റഡ് പോസ്റ്റിൻ്റെ ബട്ടൺ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിവിടെ ഒരു നമുക്കിവിടെ ഒരു കമൻസ് ഉണ്ട്. നമുക്കിവിടെ കമൻസ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം, ഇവിടെ നമുക്ക് ഈ കസ്റ്റമൈസിൽ വന്നിട്ട് നമുക്ക് ഈ കമൻറ്റ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീച്ചർഡ് ഇമേജിൻ്റെ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു, അതുപോലെ തന്നെ പോസ്റ്റ് നാവിഗേഷൻ്റെ സെറ്റ് ചെയ്തു, അതായത് നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് പോസ്റ്റും അതുപോലെ തന്നെ റിലേറ്റഡ് പോസ്റ്റും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ജസ്റ്റ് പബ്ലിഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പോസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് നമുക്കിവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബ്ലോഗ് പോസ്റ്റിലേക്ക് വരാം. ജസ്റ്റ് നമുക്കത് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്ത സെയിം ഫീച്ചേർഡ് ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹെഡിങ് മെയിൻ വന്നിട്ടുണ്ട്. അതുപോലെ നേരത്തെ നമ്മളിവിടെ നമ്മുടെ കസ്റ്റമൈസിൽ നമ്മളിവിടെ നമ്മുടെ ലീവ് കമൻറ്റ് നമ്മളിവിടെ ടേൺ ഓഫ് ചെയ്ത് കാരണം ഇവിടെ കമൻറ്റിൻ്റെ സെക്ഷൻ കാണുന്നില്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു ബ്ലോഗിന് വേണ്ടി എങ്ങനെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിനെ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ട്യൂട്ടോറിയലിനായിട്ട് നിങ്ങൾ രാജ് GFXന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ബൈ ബൈ.